ഹലോ, എന്താ വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോ വന്നിട്ട് കുറേ ദിവസമായി. അപ്പോൾ നബിദിനം, ഓണം ഒക്കെ ആയിട്ടുള്ള തിരക്കിലായിരുന്നു. പിന്നെ നാട്ടിലല്ല, വർക്കലയിലാണ്. അപ്പോൾ അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇല്ലല്ലോ, വിശേഷം സുഖമല്ല, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. പിന്നെ എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. എന്താണ്ടോ സങ്കടം എന്ന് ചോദിച്ചിട്ട്. സങ്കടമൊന്നുമില്ല, നമുക്ക് ചെറിയ മനുഷ്യനല്ലേ, ചെറിയ ചെറിയ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഒന്ന് അത് ഷെയർ ചെയ്യാൻ ആരും ഇല്ലാണ്ടാവുമ്പോൾ നിങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് വിഷമങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല. ചെറിയ ചെറിയ വിഷമങ്ങൾ മനുഷ്യന്മാർക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു വിഷമം നിങ്ങളടുത്ത് ഷെയർ ചെയ്തെന്ന് മാത്രമേ. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടാണ്. ഷെയറും കമൻറ്റും ലൈക്കും പ്രതീക്ഷിക്കേണ്ടി ഞാൻ നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കും. അതല്ലേ, എന്തിനാണ് നിങ്ങൾ നമ്മളെ അൻസാരി ഉസ്താദിനെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ മനുഷ്യൻ ചെയ്യുന്നത് പോലെ നമ്മൾക്ക് ആർക്കെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തിനാണ് ആ മനുഷ്യൻ ജാതി മതമില്ലാതെ ആ ഉസ്താദ് ചെയ്യുന്നുണ്ട്? പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യം? എന്താവശ്യമുണ്ട്? എന്തെല്ലാം കാര്യങ്ങൾ മൂപ്പര് ചെയ്യുന്നുണ്ട്. എത്രേ നമ്മൾ ജാതി മതമില്ലാതെ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ മൂപ്പര് ചെയ്യുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള സഹായങ്ങളും എല്ലാം മൂപ്പര് ചെയ്യുന്നുണ്ട്. എന്തിനാണ് നമ്മൾ അവരെ നിന്ന് കുറ്റം പറയേണ്ട ആവശ്യം? അവരെപ്പോലെ നമ്മൾ അവരെ കൂടെ നിന്ന് ചെയ്യാൻ ശ്രമിക്കല്ല വേണ്ടത്. എന്തിനാണ് ആ മനുഷ്യന് കുറ്റം പറയേണ്ട ആവശ്യമുള്ളത്? ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ആ കാര്യത്തിൽ. സത്യം പറയാൻ നല്ല വിഷമമുണ്ട്. മൂപ്പരിങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങളുണ്ട്. സങ്കടം കൊണ്ട് പറഞ്ഞു പോകണം. അതിന് ഇനി ആരും പ്രതികരിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത് കേട്ടോ. കാരണം ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ. ഓരോരുത്തരോരിങ്ങനെ കുറ്റം പറയുമ്പോൾ അത് ആലോചിക്കണം, നമ്മൾ എന്തിനാണ് ഈ പറയണത് ചെയ്യണത് ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്ത് കാര്യമുണ്ട് മനുഷ്യന്മാരാണ് പറയേണ്ട ആവശ്യം മനസ്സിലാക്കിയിട്ട് ചെയ്യും. ഒരാളെയും കുറ്റം പറയും. എനിക്ക് എന്തുപോലെ കമൻറ്റ് വരുന്നുണ്ട്, മോശം കമൻറ്റുകളൊക്കെ. ഞാനതിനൊന്നും പ്രതികരിക്കുന്നില്ല. എന്താവശ്യമുണ്ട്? പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് പ്രതികരിക്കാത്തത്. അതുകൊണ്ട് പ്രതികരിക്കാൻ അറിയാണ്ടോ മറ്റുള്ളതോ ഒന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കുക. ഒരാളെയും കുറ്റം പറയാതെ നമ്മൾ അവരെ പോലെ ചെയ്യാൻ ശ്രമിച്ച് അവരൊപ്പം എത്താൻ നമ്മൾ നോക്കുക. അവരെ കൂടെ നിന്ന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യുക. എന്തിനാണ് നിങ്ങൾ ഒരിക്കലും ഒരാളെ കുറ്റം പറയാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.